ഓം വജൽപുവേ നമ. ചേക്കിഴ സ്വാമിയുടെ പെരിയ പുരാണത്തിലെ ചില ഭാഗങ്ങളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. സുന്ദരമൂർത്തി സ്വാമികൾ തൻ്റെ ആത്മീയ യാത്ര തുടരുന്ന കാഴ്ചയാണ് നാം കണ്ടത്. അതായത് തില്ലയിൽ ചിദംബരേശനെ പ്രാർത്ഥിച്ചതിന് ശേഷം അദ്ദേഹം അവിടെ നിന്ന് തിരിക്കുന്നു. പിന്നെ തിരുക്കോലക്ക എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലത്തേക്ക് ശിവക്ഷേത്രം സന്ദർശിച്ചു. പിന്നെ തിരുപ്പൻകൂർ, തിരുമയിലാടുംതുറൈ, പിന്നെ അമ്പർമാകാളം, തിരുപ്പകലൂർ എന്നീ മഹാക്ഷേത്രങ്ങളിലെ ദേവന്മാരെ ദർശിച്ച് അദ്ദേഹം പിന്നീട് വളരെ പ്രശസ്തമായ, ചിദംബരം കഴിഞ്ഞാൽ ഏറ്റവും പ്രശസ്തമായ തിരുവാരൂരിൽ വാൽമീകനാഥനെ കാണാൻ വേണ്ടി പോയി. വാൽമീകനാഥൻ്റെ നിർദ്ദേശത്താൽ തിരുവാരൂർ വാസികൾ തോരണങ്ങളാലും മറ്റും നഗരത്തെ അലങ്കരിച്ച് ഭക്തിപ്രധാനികളെ മുൻനിർത്തി സുന്ദരരെ എതിരേക്കുന്ന കാഴ്ചയാണ് ചേക്കിഴാർ പിന്നെ വിവരിക്കുന്നത്. അദ്ദേഹം ക്ഷേത്രത്തിൽ പ്രവേശിച്ച് ദേവാരാധനം ചെയ്ത് തിരുവാരൂർ മാഹാത്മ്യം ദേവാരം പാടിയത് കേട്ട് ആനന്ദിച്ചു. വളരെ പ്രശസ്തമായൊരു കാവ്യമാണ് തിരുവാരൂർ മാഹാത്മ്യം. അത് ഇദ്ദേഹത്തിൻ്റെ സുന്ദരരുടെ ആഗ്രഹപ്രകാരം അവിടുത്തെ പ്രധാനപ്പെട്ട ഭക്തർ അത് ചൊല്ലി. അത് കേട്ട് അദ്ദേഹം ആനന്ദിച്ചു. ജനങ്ങൾ സുന്ദരരെ തമ്പുരാൻ തോഴർ എന്ന ജനകീയ ബിരുദം നൽകി ആദരിക്കുന്ന കാഴ്ചയാണ് നാം പിന്നെ കാണുന്നത്. അദ്ദേഹം എപ്പോഴും വിവാഹ വേഷത്തിൽ തന്നെയാണ് സഞ്ചരിക്കുന്നത്. ഭഗവാന്റെ നിർദ്ദേശപ്രകാരം വിവാഹപ്പന്തലിൽ നിന്നാണ് ആ വൃദ്ധബ്രാഹ്മണൻ്റെ പിന്നാലെ സുന്ദരർ പോയത്. നാം അത് കണ്ടതാണ്, ആ കഥ കണ്ടതാണ്. അന്ന് ഭഗവാൻ പറഞ്ഞു, നീ എപ്പോഴും വിവാഹ വേഷത്തിൽ സുന്ദരനായി സന്ദർശിക്കുക. അങ്ങനെ അദ്ദേഹം സുന്ദരമൂർത്തി എന്ന പേര് ഈ തിരുവാരൂർ വെച്ചിട്ടാണ് അദ്ദേഹത്തിന് പിന്നീട് ലഭിക്കുന്നത്. അപ്പോൾ ഇനി മുതൽ ഇദ്ദേഹം സുന്ദരമൂർത്തി എന്ന പേരിൽ അറിയപ്പെടുമെന്ന് ഭഗവാന്റെ അരുളപ്പാടുണ്ടായി എന്നാണ് പറയുന്നത്. അങ്ങനെ നഗരജനങ്ങളുടെ ബഹുമാന്യാതിഥിയായി ദേവദർശനം ചെയ്ത് അദ്ദേഹം തിരുവാരൂരിൽ കുറേ നാൾ താമസിച്ചു. ഒരു ദിവസം സുന്ദരർ രാജവീതിയിലൂടെ വരുമ്പോഴാണ് പൂർവ്വകാല ഫലമായ ആദ്യത്തെ അനുഭവം അദ്ദേഹത്തിനുണ്ടായത്. ശ്രീ കൈലാസത്ത് വച്ച് അന്യോന്യ പ്രേമോദയത്താൽ മാനുഷ്യജന്മം എടുക്കേണ്ടി വന്ന സുന്ദരരുടെ 2 കാമിനിമാരിൽ കമലിനി എന്നവൾ തിരുവാരൂർ എന്ന സ്ഥലത്ത് രുദ്രഗണിക കുടുംബത്തിൽ വന്ന് ജനിച്ചിരുന്നു. അപ്പോൾ പരവയ്യാർ എന്നാണ് ഇവളുടെ പേര്. അപ്പോൾ ദേവദാസി ഗണത്തിൽ വന്ന് പിറന്ന ഒരു പെൺകുട്ടിയാണ് പരവയ്യാർ. ഈ പരവയ്യാർ പണ്ട് കൈലാസത്തിൽ ഉണ്ടായിരുന്ന കമലിനിയുടെ പുനർജന്മമാണ്. പരവയ്യാർ വാൽമീകനാഥൻ്റെ ഒരു മഹാഭക്തയായിരുന്നു. എല്ലാ ദിവസവും ക്ഷേത്ര ദർശനം ചെയ്ത് അവൾ വാൽമീകനാഥൻ്റെ അനുഗ്രഹം വാങ്ങുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വീഥിയിൽ വച്ചിട്ട് സുന്ദരരെ പരവയ്യാർ കാണുന്നത്. അത് ചേക്കിഴാർ വർണ്ണിക്കുന്നത് ഇങ്ങനെയാണ്: അവളുടെ പരൽമീനൊത്ത നീണ്ട മിഴികൾ അത്ഭുതം കൊണ്ട് വിടർന്ന് രത്നങ്ങളും മുത്തും പതിച്ച കുണ്ടലങ്ങളുടെ പ്രഭയോട് ചേർന്ന് തിളങ്ങി. പരവയ്യാരുടെ വീക്ഷണം സുന്ദരുടെ സ്വർണമാലകളാലും പുഷ്പഹാരങ്ങളാലും അലങ്കൃതമായ വിരിഞ്ഞ മാറിടത്തിൽ പതിഞ്ഞു. ഇതുവരേക്കും അവളുടെ ഹൃദയം ഒരു മനുഷ്യന് വേണ്ടി കൊതിച്ചിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഭഗവത് കൃപയും അവളുടെ വിധിയും ചേർന്ന് അവളിൽ വേല ചെയ്യാൻ തുടങ്ങി.
ഭഗവാന്റെ അലൗകിക സൗന്ദര്യത്തിൽ മാത്രം ആകൃഷ്ടയായിരുന്ന അവളുടെ ഹൃദയത്തിൽ ഇപ്പോൾ സുന്ദരരുടെ രൂപവും പതിഞ്ഞു. അതുപോലെ സുന്ദരരുടെ ഹൃദയത്തിലും ഈ പരവയാരുടെ സൗന്ദര്യം വലിയ ചലനങ്ങളുണ്ടാക്കി. വാൽമീകനാഥൻ്റെ സമീപത്തെത്തിയ സുന്ദരർ ഭഗവാനോട് പറഞ്ഞു, ആ പരവയാറിൽ എൻ്റെ ഹൃദയം പതിഞ്ഞിരിക്കുന്നു, അവളെ എനിക്ക് വിവാഹം കഴിക്കാൻ അങ്ങ് തന്നെ ദൂതനായി ചെന്ന് നടത്തിത്തരണം എന്നാവശ്യപ്പെട്ടു. അങ്ങനെ ഭഗവാൻ ദൂതിനു വേണ്ടി അർദ്ധരാത്രിയിൽ പരവയുടെ വീട്ടിൽ ചെന്നു. ആ രംഗം ചേക്കിഴാർ വർണ്ണിക്കുന്നത് ഇങ്ങനെയാണ്. ആ അർദ്ധരാത്രിയിൽ ഭഗവാൻ ഗംഭീര സ്വരത്തിൽ വാതിൽ തുറക്കാൻ പരവയോട് ആവശ്യപ്പെട്ടു. ഇത് കേട്ട് ആകാംക്ഷയുടെ പരവയാർ വാതിലിലേക്ക് വന്നു. ആ സമയം അമ്മ ഓടി വന്നിട്ട്, നീ നീങ്ങി നിൽക്ക്, ആരാണ് അസമയത്ത് ഈ സാഹസത്തോടെ വന്ന് വിളിക്കുന്നതെന്ന് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് അമ്മ വാതിൽ തുറന്ന് നോക്കി. അപ്പോൾ കണ്ടത് ഒരു മഹാനായ ബ്രാഹ്മണനെയാണ്. ഇദ്ദേഹത്തെ പോലുള്ള മഹത്തുക്കൾ അർദ്ധരാത്രിയിൽ ദേവദാസി ഗൃഹത്തിലേക്ക് വരുന്നത് അത്ഭുതമാണ്. പരവയുടെ മാതാവ് ആദരവോടെ ആ വൃദ്ധബ്രാഹ്മണനെ സ്വീകരിച്ചിരുത്തി. അങ്ങയുടെ ദർശനത്താൽ ഞങ്ങൾ അനുഗ്രഹീതരായി. അങ്ങയുടെ ആഗമന ഉദ്ദേശം എന്താണാവോ എന്ന് ചോദിച്ചു. അർച്ചകൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, കുലഗുണവും ശീലഗുണവും ഐശ്വര്യവും സൗന്ദര്യവിദ്യാദികളും ഒത്തിണങ്ങി സുന്ദരർ എന്ന പേരിൽ ഒരു ത്യാഗേശ്വര ഭക്തൻ ഇവിടെയുണ്ട്. അദ്ദേഹം നിങ്ങളുടെ പുത്രിയെ വിവാഹം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അമ്മ പറഞ്ഞു, അങ്ങനെയാവട്ടെ എന്ന് അമ്മ അനുമതി കൊടുക്കുകയും ചെയ്തു. പരവയ്യാർ പറഞ്ഞു, ത്യാഗേശ ഭഗവാൻ നിർദ്ദേശിക്കുന്നയാളെ മാത്രമേ ഞാൻ ഭർത്താവായി വരിക്കൂ. ഈ ബന്ധം സമ്മതമാണെന്ന് ഭഗവാന്റെ അരുളപ്പാട് ലഭിച്ചാൽ മാത്രമേ എനിക്ക് ഈ വിവാഹം നടത്താൻ കഴിയൂ എന്ന് മകൾ നിബന്ധന വച്ചു. അപ്പോൾ ആ ബ്രാഹ്മണൻ പറഞ്ഞു, ഭഗവാന്റെ അരുളപ്പാട് ലഭിക്കും എന്ന് മന്ദസ്മിതത്തോട് പറഞ്ഞ് ആ ബ്രാഹ്മണൻ അപ്രത്യക്ഷനായി. അത് മറ്റാരുമായിരുന്നില്ല, വാൽമീകനാഥൻ തന്നെയായിരുന്നു. അദ്ദേഹം അന്ന് തിരുവാരൂരിലെ ജനങ്ങളുടെ സ്വപ്നത്തിൽ വന്ന് പരവയ്യയുടെയും സുന്ദരരുടെയും വിവാഹം പിറ്റേന്ന് നടത്തിക്കൊടുക്കുവാൻ ജനങ്ങളോട് ഉപദേശിച്ചു. എല്ലാവർക്കും ഒരേപോലെയുണ്ടായ ഈ സ്വപ്ന ദർശനത്തിൽ വിസ്മയഭരിതരായ നഗരവാസികൾ സുന്ദരൻ്റെയും അതേപോലെ പരവയ്യയുടെയും വിവാഹം മംഗളവാദ്യങ്ങൾ അകമ്പടിയോടെ നടത്തി. സുന്ദരിയായ നവവധുവുമൊത്ത് സ്വർഗീയ ഭോഗസുഖങ്ങളോടെ വസിക്കുമ്പോഴും ആ നാവലൂരിൻ്റെ രാജകുമാരൻ തൻ്റെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചിരുന്ന ഏകാശ്രയമായ വാൽമീകനാഥൻ്റെ അമൃതഗാനങ്ങളാൽ പാടിക്കൊണ്ട് പുകഴ്ത്തി ആരാധിച്ചുകൊണ്ടേയിരുന്നു. ഇതാണ് പരവയാരുടെയും സുന്ദരരുടെയും വിവാഹ കഥ. അപ്പോൾ പൂർവജന്മത്തിൽ കൈലാസത്തിൽ വന്ന ആ കമലിനി തന്നെയാണ് ഈ പരവയായി വന്ന് സുന്ദരരെ വിവാഹം കഴിച്ചത് എന്ന് ഓർക്കുക. അപ്പോൾ എല്ലാം ശിവനിശ്ചയമനുസരിച്ച് നടക്കുന്നു. ഭഗവാന്റെ ഇച്ഛയനുസരിച്ച്, ഭഗവാന്റെ തീരുമാനമനുസരിച്ച് എല്ലാം നടക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. അപ്പോൾ ഈ ലോകത്തിലെ സകലതും സംഭവിക്കുന്നത് ഭഗവാൻ ശിവൻ്റെ ഇച്ഛ അനുസരിച്ചാണ്. നാം ഒരു യന്ത്രം മാത്രം. യന്ത്രി എന്നത് മഹാഭഗവാനായ ശിവദേവനാണ്. ശിവദേവൻ്റെ ഇച്ഛയ്ക്കൊത്ത്, ശിവദേവൻ്റെ ആജ്ഞയ്ക്കൊത്ത് തുള്ളുന്ന അല്ലെങ്കിൽ കളിക്കുന്ന വെറും കളിപ്പാവകളാണ് ഈ പ്രപഞ്ചമാകെ. അപ്പോൾ പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന കരങ്ങൾ ഭഗവാൻ ശിവൻ്റേതത്രേ. ഇതാണ് ഈ പരവൈ സുന്ദരർ വിവാഹത്തിൽ
നാം കാണുന്നു. എല്ലാം ശിവനിശ്ചയമനുസരിച്ച് നടക്കുന്നു. ഓം ശിവായ നമഃ.